എല്ലാവർക്കും നമസ്കാരം. ഇൻസൈഡ് ഇലക്ട്രോണിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഐജൻ ഇൻവെർട്ടർ ബോർഡുകളെ പറ്റിയും അവയിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ ബോർഡുകളെ പറ്റിയും കൂടാതെ മറ്റു ചില സപ്പോർട്ടിംഗ് ബോർഡുകളെ പറ്റിയുമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. എന്നാൽ ആ വീഡിയോയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിക്കാൻ കഴിയാതിരുന്ന മറ്റ് ചില ഫീച്ചേഴ്സുകളെ പറ്റിയും ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ നമുക്ക് ലഭിക്കുന്ന മെനു ഡ്രിവൺ മോഡ് എന്നൊരു സംവിധാനത്തെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിലെ കാലിബ്രേഷൻ സെറ്റപ്പ് പ്രോസസ്സുകളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ ബാറ്ററി കറണ്ട്, അത് ചാർജിങ് കറണ്ടായാലും ഡിസ്ചാർജിങ് കറണ്ടായാലും സെൻസ് ചെയ്യുന്നതിനായി ഷണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ചില ഇൻവെർട്ടർ ബോർഡുകളിൽ ഇതിൽ നിന്ന് വിഭിന്നമായി മറ്റ് ചില മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഷണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡും അതല്ലാതെയുള്ള മെത്തേഡുകളും തമ്മിലുള്ള വ്യത്യാസവും ഇവയിൽ ഷണ്ടുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രയോജനവും നമുക്ക് ലഭിക്കുന്ന മറ്റ് ഗുണങ്ങളെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഷണ്ടുകൾ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്യുന്ന രീതിയെപ്പറ്റിയും ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഈ മെത്തേഡ് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റിയും നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഷണ്ടുകൾ ഉപയോഗിച്ച് കറണ്ട് സെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സിഗ്നൽ വോൾട്ടേജിൻ്റെ ലെവൽ തീർത്തും അപര്യാപ്തമായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഷണ്ടിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ലെവൽ അളവ് കുറവുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ സിഗ്നൽ വോൾട്ടേജുകളെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനായി നമ്മൾ ഈ ചെറിയ സിഗ്നൽ വോൾട്ടേജസിനെ ആംപ്ലിഫൈ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യുവാനായി നമ്മൾ സാധാരണഗതിയിൽ ഓപ്പ് ആമ്പ് ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് ആംപ്ലിഫയർ സർക്യൂട്ടറികളെയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലുള്ള കമ്പനികളിൽ നിന്ന് ഇങ്ങനെയുള്ള ചെറിയ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യുവാനായി കറണ്ട് സെൻസിങ് ആംപ്ലിഫയർ ICകളും നമുക്ക് ലഭ്യമാണ്. ഈ രണ്ട് മെത്തേഡുകളിലും, അതായത് ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടറി ആയാലും ഡെഡിക്കേറ്റഡ് ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടറി ആയാലും, രണ്ട് മെത്തേഡിലും പ്രിസിഷൻ കൂടിയ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഓപ്പാമ്പുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചിപ്പുകൾക്കും ഓപ്പാമ്പുകൾക്കും വില വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന വില കുറഞ്ഞ ജനറൽ പർപ്പസ് ഓപ്പാമ്പുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സർക്യൂട്ടറികൾ നമുക്ക് നിർമ്മിക്കാമെങ്കിലും ഇവയുടെ ആക്യുറസി വളരെ കുറവായിരിക്കും. എന്നാൽ ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം. ഈ ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പുതുതലമുറ മൈക്രോ കൺട്രോളറിന് ഉള്ളിൽ ഇങ്ങനെ കറണ്ട് സെൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സർക്യൂട്ടറികളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷണ്ടിൽ നിന്ന് കിട്ടുന്ന തീർത്തും ചെറിയ സിഗ്നൽ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുവാനും അത് കമ്പയർ ചെയ്യുവാനും അത് റീഡ് ചെയ്യുവാനും മെഷർ ചെയ്യുവാനും ഒക്കെയുള്ള സർക്യൂട്ടറികൾ ഈ പുതിയ കൺട്രോളറിനുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. യാതൊരുവിധ എക്സ്റ്റേണൽ സർക്യൂട്ടറികളും ഈ ഒരു ആവശ്യത്തിനായി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഇൻറ്റേർണൽ സർക്യൂട്ടറികൾ ഉപയോഗിച്ച് ചാർജിങ് സമയത്തും ഡിസ്ചാർജിങ് സമയത്തുമുള്ള ബാറ്ററി കറണ്ടിനെ വളരെ പ്രിസൈസായിട്ട് മെഷർ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇതുമൂലം വളരെ പ്രിസൈസായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചാർജിങ് കറണ്ട് റെഗുലേഷൻ എന്നിവ നമുക്ക് സാധ്യമാണ്. ഇത് ഔട്ട്പുട്ട് മോസ്ഫെറ്റുകളുടെ പ്രൊട്ടക്ഷനും സഹായകരമാവുന്നുണ്ട്. കൂടാതെ ഈ കൺട്രോളറിനുള്ളിൽ ഒരു ഡിജിറ്റൽ ഫിൽറ്ററും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഫോൾസ് ട്രിഗറിംഗ് ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ ഫിൽറ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്ക്രീറ്റ് സർക്യൂട്ടറികൾ ഉപയോഗിച്ചിട്ടുള്ള കറണ്ട് സെൻസിങ് മെത്തേഡിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ സവിശേഷതയെപ്പറ്റി ഇനി പറയാം.
നമുക്കറിയാം, എല്ലാ ഇൻവെർട്ടർ ബോർഡുകളിലും ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ബോർഡുകളിൽ ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഇത്. എന്നാൽ ഈ പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള ഡിസ്ചാർജിങ് കറണ്ട് വളരെ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുകയും അത് അനിയന്ത്രിതമായി വളരെ വലിയൊരു വാല്യൂവിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെ ഉയർന്ന തോതിലുള്ള ബാറ്ററി കറണ്ട് പലപ്പോഴും ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റുകൾക്ക് താങ്ങാൻ സാധിക്കുന്നതിലും അധികമായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ അമിതമായി ചൂട് വർദ്ധിക്കുന്നത് മൂലം മോസ്ഫെറ്റുകൾ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ബാറ്ററിയിൽ നിന്നുള്ള അമിതമായ ഡിസ്ചാർജിങ് കറണ്ടിനെ സെൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ നിന്നുള്ള ഡിസ്ചാർജിങ് കറണ്ടിൻ്റെ ലെവലാണ്. ഈ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മോസ്ഫെറ്റുകളെ ഡാമേജിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും മോസ്ഫെറ്റുകളിൽ കൂടി കടത്തിവിടാവുന്ന കറണ്ടിൻ്റെ ലെവൽ ലിമിറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിൻ്റെ പരിധി കൂടിക്കഴിഞ്ഞാൽ മോസ്ഫെറ്റുകൾ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഇൻവെർട്ടർ ബോർഡുകളിലെല്ലാം ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ പ്രാവർത്തികമാക്കുന്നത് ബാറ്ററി ഡിസ്ചാർജിങ് കറണ്ടിനെ അടിസ്ഥാനമാക്കിയാണ്. ഇൻവെർട്ടർ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കറണ്ടിനെ അടിസ്ഥാനമാക്കിയല്ല ഇങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനുകൾ പ്രവർത്തിക്കുന്നത്. ബാറ്ററിയിൽ നിന്നുള്ള ഡിസ്ചാർജിങ് കറണ്ട് ഒരു പരിധിക്ക് മുകളിലേക്ക് എത്തിയാൽ അത് ചിലപ്പോൾ മോസ്ഫെറ്റുകൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇൻവെർട്ടറിനെ അഥവാ മോസ്ഫെറ്റുകളെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വഴി ചെയ്യുന്നത്. ഇത് മോസ്ഫെറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഞാൻ മുൻപ് പറഞ്ഞ ഈ ഡിസ്ചാർജിങ് കറണ്ടിൻ്റെ പരിധി എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവയെല്ലാം വിശദമായി ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനെ പറ്റി മാത്രമായുള്ള ഒരു വീഡിയോയിൽ വ്യക്തമാക്കാം. എന്നിരുന്നാലും ഇൻവെർട്ടർ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റുകളുടെ എണ്ണമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. സാധാരണ എച്ച് ബ്രിഡ്ജ് ഇൻവെർട്ടറുകളിൽ നമുക്ക് മിനിമം 4 മോസ്ഫെറ്റുകളിൽ തുടങ്ങി 20 24 മോസ്ഫെറ്റുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് ആ ബോർഡിൽ കൂടി കടത്തിവിടാവുന്ന DC കറണ്ടിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് മോസ്ഫെറ്റുകളുടെ പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് സാധ്യമാവണമെങ്കിൽ ഓരോ ബോർഡിലും ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഡിസ്ചാർജിങ് കറണ്ടിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടർ ബോർഡുകളിൽ ഇത് സാധ്യമാവണമെങ്കിൽ സർക്യൂട്ടറികളിലെ കോമ്പണൻസിൻ്റെ വാല്യൂവിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് കണക്ക് കൂട്ടിയെടുക്കുവാനും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പ്രായോഗികമായി ഇത് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 20 മോസ്ഫെറ്റുകൾ ഉള്ള ബോർഡിൽ കൂടി നമുക്ക് വേണമെങ്കിൽ 100 ആംപിയർ DC കറണ്ട് സേഫായി കടത്തിവിടാം. അപ്പോൾ ഈ ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 120 ആംപിയർ അല്ലെങ്കിൽ ഒരു 130 ആംപിയർ ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ലെവലായി നമുക്ക് വയ്ക്കാവുന്നതാണ്. എന്നാൽ കേവലം 8 മോസ്ഫെറ്റുകൾ മാത്രമുള്ള ഒരു ബോർഡിൽ ഇങ്ങനെ 130 തൊട്ട് 140 ആംപിയർ വരെ ലിമിറ്റായി വയ്ക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മോസ്ഫെറ്റുകളിൽ കൂടി വളരെ ഉയർന്ന തോതിലുള്ള കറണ്ട് DC കറണ്ട് ഒഴുകുകയും അത് തീർച്ചയായും മോസ്ഫെറ്റുകളുടെ ഡാമേജിന് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് മോസ്ഫെറ്റുകൾ വളരെ ചൂടായിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഉയർന്ന തോതിലുള്ള കറണ്ട് അതിൽ കൂടി ഒഴുകേണ്ടി വരുന്നത് എങ്കിൽ മോസ്ഫെറ്റുകൾ തീർച്ചയായും ഡാമേജ് ആവുന്നതായിരിക്കും. അതിന് കാരണം മോസ്ഫെറ്റുകൾ ചൂടാകുന്നതിനനുസരിച്ച് അതിൻ്റെ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മോസ്ഫെറ്റുകൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലിമിറ്റിനുള്ളിൽ നിർത്തണം എന്ന് പറയുന്നത്.
അപ്പോൾ മോസ്ഫെറ്റുകളുടെ എണ്ണം കുറവുള്ള ബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ലിമിറ്റും നമ്മൾ അതനുസരിച്ച് കുറയ്ക്കേണ്ടതായി വരുന്നുണ്ട്. ഇനി മറ്റൊരു സാഹചര്യം നോക്കാം. നമുക്കറിയാം, സൈൻ വേവ് ഇൻവെർട്ടറുകൾ നമ്മൾ പല കപ്പാസിറ്റികളിലുള്ള ബാറ്ററികളോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. വളരെ കുറഞ്ഞ AH കപ്പാസിറ്റിയുള്ള, അതായത് 40 അല്ലെ 60 AH കപ്പാസിറ്റിയുള്ള ബാറ്ററികളോടും അതുപോലെ തന്നെ 150, 200 AH കപ്പാസിറ്റികളിലുള്ള ബാറ്ററികളോടൊപ്പവും നമ്മൾ ഇതേ ഇൻവെർട്ടറുകൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇനി അതല്ലാതെ ചിലപ്പോൾ നമ്മൾ 150 AHൻ്റെയോ 200 AHൻ്റെയോ ബാറ്ററികൾ പാരലൽ ചെയ്ത് വളരെ ഉയർന്ന കപ്പാസിറ്റിയിലുള്ള ബാറ്ററികളായും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉയർന്ന കപ്പാസിറ്റിയിലുള്ള ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി ഡിസ്ചാർജിങ് കറണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ ലിമിറ്റായി നമുക്ക് 130, 140 ആംപിയറൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഈ 130 അല്ലെ 140 ആംപിയറൊക്കെ ഇത്തരത്തിൽ AH കപ്പാസിറ്റി കൂടിയ ബാറ്ററികൾക്ക് ഡെലിവറി ചെയ്യാൻ ആവും എന്നുള്ളതാണ്. എന്നാൽ ഇതേ ഇൻവെർട്ടറുകൾ നമ്മൾ കുറഞ്ഞ കപ്പാസിറ്റിയിലുള്ള ഒരു ബാറ്ററിയുടെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് 40 AH കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററിയുടെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ആകുന്ന സമയത്ത് ഈ ചെറിയ കപ്പാസിറ്റിയുള്ള ബാറ്ററിക്ക് ഇത്തരത്തിൽ 130, 140 ആംപിയർ കറണ്ട് ഡെലിവറി ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. അത് ഉറപ്പാക്കണമെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ കപ്പാസിറ്റിയുള്ള ബാറ്ററികളോടൊപ്പം ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ DC കറണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ ലെവൽ ലിമിറ്റും നമ്മൾ താഴ്ത്തി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. കുറഞ്ഞ കപ്പാസിറ്റിയുള്ള ബാറ്ററികൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്ന കറണ്ടിൻ്റെ ഒരു ലിമിറ്റ് ചിലപ്പോൾ 60 അല്ലെ 70 ആംപിയറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ DC പ്രൊട്ടക്ഷൻ കറണ്ടിൻ്റെ ലെവൽ 60 അല്ലെ 70 ആംപിയറിലേക്ക് താഴ്ത്തി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടർ ബോർഡുകളിൽ ഈ DC കറണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുവാനായി പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം ബോർഡുകളിൽ ഇങ്ങനെ DC കറണ്ട് പ്രൊട്ടക്ഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യുവാനായി അതിനുള്ളിലെ ഹാർഡ്വെയർ സർക്യൂട്ടറികളിലെ ചില കോമ്പണൻസുകളുടെ വാല്യൂകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ മാറ്റപ്പെടുന്ന കോമ്പണൻസിൻ്റെ വാല്യൂകൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിനൊരു പരിഹാരമായി ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ നമുക്ക് ഒരു മെനുവിൻ്റെ സഹായത്തോടെ ഡിജിറ്റലായി യാതൊരു കോമ്പണൻസുകളുടെയും വാല്യൂ മാറ്റാതെ തന്നെ ഈ കറണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം പിന്നാലെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഇനി ഐജൻ ഇൻവെർട്ടർ ബോർഡുകളുടെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് വന്നാൽ, ഇതിലുപയോഗിച്ചിരിക്കുന്ന പുതിയ DSPയിൽ നമുക്ക് പഴയ 2010 കൺട്രോളറിനുള്ളിലുള്ള 6 അനലോഗ് ചാനലുകൾക്ക് പകരം നിരവധി അനലോഗ് ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ അനലോഗ് ചാനലുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും 6 എണ്ണത്തിൽ കൂടുതൽ അനലോഗ് ചാനലുകൾ നമ്മൾ ഈ പുതിയ കൺട്രോൾ കാർഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമ്മൾ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഈ DSP മൈക്രോ കൺട്രോളറിനുള്ളിലെ ഓസിലേറ്ററിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ പ്രൈമറി ഓസിലേറ്ററായി ഉപയോഗിക്കുന്നത് ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ഹൈ സ്പീഡ് ഹൈ ആക്യുറസി ഇൻറ്റേർണൽ ഓസിലേറ്ററാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എക്സ്റ്റേണൽ ക്രിസ്റ്റലും അതിനോടൊപ്പമുള്ള 2 കപ്പാസിറ്ററുകളും നമുക്ക് ഒഴിവാക്കാനാകും എന്നുള്ളതാണ്. മാത്രവുമല്ല, എക്സ്റ്റേണൽ ക്രിസ്റ്റലുകൾ കണക്റ്റ് ചെയ്യുവാൻ വേണ്ടി വരുന്ന 2 പിന്നുകൾ നമുക്ക് ഫ്രീ ആക്കി എടുക്കുകയും അത് മറ്റ് ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാം. കാലപ്പഴക്കം കൊണ്ട് ക്രിസ്റ്റലുകൾ കേടാകുന്ന സാഹചര്യവും ഇതുവഴി നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതൊന്നും കൂടാതെ ഈ പുതിയ മൈക്രോ കൺട്രോളറിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ചില ഫീച്ചേഴ്സുകൾ കൂടി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പെരിഫറൽ പിൻ സെലക്ട്, നിരവധി കമ്മ്യൂണിക്കേഷൻ മോഡ്യൂളുകൾ, വെരി ലോ പവർ കൺസംഷൻ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് തുടങ്ങിയ പല ഫീച്ചേഴ്സുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയൊന്നും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ധാരാളം ആധുനിക ഫീച്ചേഴ്സുകളും കൂടി ഈ പുതിയ കൺട്രോളറിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് പറയുവാനുള്ളൊരു കാര്യം, ഈ കൺട്രോളർ
മൈക്രോചിപ്പിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ചിപ്പുകളിൽ പെട്ടതാകയാൽ സമീപഭാവിയിലൊന്നും ഇതിൻ്റെ അവൈലബിലിറ്റിക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല പഴയ 2010 ചിപ്പുകളൊക്കെ കാലഹരണപ്പെട്ടു തുടങ്ങി. ഏകദേശം 30 വർഷത്തോളം മുൻപ് റിലീസ് ചെയ്ത ചിപ്പുകളാണ് അവ. ഇനി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മെനു ഡ്രിവൺ മോഡ് എന്താണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഈ മോഡ് ഉപയോഗിക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് കാർഡ് ആവശ്യമായിട്ടുണ്ട്. ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ നമുക്ക് 3 തരത്തിലുള്ള സ്വിച്ച് മോഡുകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അത് റോക്കർ മോഡ്, ബട്ടൺ മോഡ്, പിന്നെ മെനു ഡ്രിവൺ മോഡ് എന്നിവയാണ്. ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് റോക്കർ സ്വിച്ചിൻ്റെ മോഡാണ്. അപ്പോൾ മെനു ഡ്രിവൺ മോഡ് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് റോക്കർ മോഡിൽ നിന്ന് മെനു ഡ്രിവൺ മോഡിലേക്ക് ഈ ബോർഡിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനായി സെറ്റപ്പ് മെനുവിലുള്ള സ്വിച്ച് മോഡ് സെലക്ഷൻ സബ് മെനുവാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ സെറ്റപ്പ് മെനുവിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇൻ്റർഫേസ് കാർഡിൽ കാണുന്ന എൻ്റർ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാറ്ററി കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇൻവെർട്ടർ ബോർഡുകൾ മെനു ഡ്രിവൺ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഈ ബോർഡ് നമുക്ക് മെനു ഡ്രിവൺ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മെനു ഡ്രിവൺ മോഡിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ ഒരു ഐജൻ ഇൻവെർട്ടർ ബോർഡ് ട്രാൻസ്ഫോർമറും ബാറ്ററിയുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഇൻ്റർഫേസ് കാർഡും കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള മെനു ഡ്രിവൺ മോഡിന് വേണ്ടി ഉള്ള ഇൻ്റർഫേസ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു കണക്ടർ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ എന്നതാണ്. സ്വിച്ചുകൾക്ക് വേണ്ടിയുള്ള RMC കണക്ടർ ഇവിടെ ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള മെനു ഡ്രിവൺ ഇൻ്റർഫേസ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ കാർഡിൽ 7 പിന്നുകൾ ഉള്ള RMC സോക്കറ്റ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണ റോക്കർ അല്ലെങ്കിൽ ബട്ടൺ സ്വിച്ച് മോഡുകളിൽ സാധാരണ LCDകളോടൊപ്പം ഉപയോഗിക്കുമ്പോൾ 6 പിന്നുകൾ മാത്രമുള്ള RMC സോക്കറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഇൻ്റർഫേസ് കാർഡ് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ 4 സ്വിച്ചുകൾ കാണാം. അതിൽ ഈ ഒരെണ്ണം സ്റ്റാൻഡ് ബൈ അഥവാ ഇൻവെർട്ടർ ഓൺ ഓഫ് സ്വിച്ചാണ്. മറ്റ് 3 കീകൾ നാവിഗേഷൻ പർപ്പസിനായി ഉപയോഗിക്കുന്നു. അതായത് അപ്പ്, ഡൗണ്, എൻ്റർ കീകൾ ആയിട്ടാണ് ഈ 3 കീകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സെറ്റപ്പ് മോഡിലേക്ക് എൻ്റർ ചെയ്യുവാനായി നോക്കാം. അതിനായി ഈ കാണുന്ന എൻ്റർ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാറ്ററി കണക്റ്റ് ചെയ്യുക. ഏതാനും സെക്കൻഡുകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ സെറ്റപ്പ് മെനു എന്ന ഡിസ്പ്ലേയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ കാണുന്ന സമയം നമ്മൾ എൻ്റർ കീ റിലീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എൻ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. നോർമലായിട്ടും N ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുക. അപ്പ് അല്ലെ ഡൗൺ കീ ഉപയോഗിച്ച് നമുക്ക് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റപ്പ് മോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി പ്രോഗ്രാം സെറ്റപ്പ് മോഡിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നോർമൽ മോഡിലേക്ക് പോകുന്നതായിരിക്കും. കാലിബ്രേഷനെ പറ്റിയും സെറ്റിങ്ങിനെ പറ്റിയും ഉള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നില്ല. അത് വളരെ വിശദമായി അടുത്തൊരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറിച്ച് മെനു ഡ്രിവൺ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം,
എന്നുള്ളതാണ് ഇന്നിവിടെ നമ്മൾ നോക്കുവാൻ പോകുന്നത്. നമ്മളിവിടെ സെറ്റപ്പ് മെനുവിലെ ഫസ്റ്റ് മെയിൻ മെനുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഡൗൺ കീ ഉപയോഗിച്ച് നമ്മൾ മൂന്നാമത്തെ മെയിൻ മെനുവായ സിസ്റ്റം സെറ്റിങ്സിലേക്ക് ഇതുപോലെ മാറുക. അതിനുശേഷം സിസ്റ്റം സെറ്റിങ്സിലേക്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡൗൺ കീ ഉപയോഗിച്ച് സിസ്റ്റം സെറ്റിങ്സിലെ സബ് മെനുവായ സെലക്ട് സ്വിച്ചസിലേക്ക് വരിക. ഇവിടെ അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് റോക്കർ, ബട്ടൺ, മെനു ഡ്രിവൺ എന്നിവയിൽ നിന്ന് മെനു ഡ്രിവൺ മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് LCDയിൽ കാണാവുന്നതാണ്. ഇത് എന്താണെന്ന് ഞാനിവിടെ വ്യക്തമാക്കാം. നമ്മൾ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ BMS പല സാഹചര്യങ്ങളിലും തനിയെ ഓഫായി പോകാറുണ്ട്. ഉദാഹരണത്തിന് ഇൻവെർട്ടറിലെയും BMSലെയും ബാറ്ററി ലോ ഷട്ട് ഡൗൺ വോൾട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നതിലെ പൊരുത്തക്കേട് മൂലം ഇൻവെർട്ടർ ബാറ്ററി ലോ ഷട്ട് ഡൗൺ ആകുന്നതിന് മുൻപേ തന്നെ BMS ബാറ്ററിയെ സർക്യൂട്ടിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യാറുണ്ട്. കൂടാതെ അമിതമായ ഡിസ്ചാർജിങ് കറണ്ട് ഷൂട്ടപ്പ് ചെയ്യുമ്പോഴും BMS ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻവെർട്ടർ കംപ്ലീറ്റായി പ്രവർത്തനരഹിതമായി പോകുന്നു. ഇവിടെ നമ്മുടെ ഇൻവെർട്ടറിൽ ബട്ടൺ സ്വിച്ച് മോഡോ മെനു ഡ്രിവൺ മോഡോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ഡിസ്കണക്റ്റഡ് ആകുന്ന സമയത്ത് സ്റ്റാൻഡ് ബൈ, സോളാർ, UPS എന്നീ മോഡുകൾ തനിയെ ഓഫായി പോകുന്നതാണ്. അത് വീണ്ടും ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ബാറ്ററി റീകണക്റ്റഡ് ആവുന്ന സമയത്ത് മാനുവലായിട്ട് ഓൺ ആക്കി കൊടുക്കേണ്ടതാണ്. ഇനിയും ലിഥിയം ബാറ്ററി അല്ലാതെ ലെഡ് ആസിഡ് ബാറ്ററി കണക്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ബാറ്ററി ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മോഡുകളെല്ലാം തന്നെ റീസെറ്റായി പോകുന്നതായിരിക്കും. വീണ്ടും ബാറ്ററി കണക്റ്റ് ചെയ്യുമ്പോൾ ഈ മോഡുകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ സാധാരണ റോക്കർ സ്വിച്ചുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നതേയില്ല. പലപ്പോഴും ഇങ്ങനെ BMS ഓഫാകുന്നത് യൂസർ അറിയുക പോലുമില്ല. എപ്പോഴെങ്കിലും ഗ്രിഡ് സപ്ലൈ പോകുന്ന സമയത്ത് ഇൻവെർട്ടർ തനിയെ ഓൺ ആകാതെ വരുമ്പോൾ മാത്രമായിരിക്കും യൂസർ ഇതിനെപ്പറ്റി അറിയുക. അതുപോലെ തന്നെ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇൻവെർട്ടറുകളിലും ബട്ടൺ സ്വിച്ച് അല്ലെങ്കിൽ മെനു ഡ്രിവൺ മോഡ് എന്നിവ ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാറ്ററി റീകണക്റ്റഡ് ആവുമ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡ് ബട്ടൺ സ്വിച്ച് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മറ്റ് രണ്ട് മോഡുകളും, അതായത് UPS, സോളാർ മോഡുകൾ എന്നിവ തനിയെ ഓൺ ആവണമെങ്കിൽ ഈ LCDയിൽ കാണുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ ഫീച്ചർ സെലക്ട് ചെയ്യുവാനായി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ സ്റ്റാൻഡ് ബൈ മോഡ് ഓൺ ആക്കിയിടുകയാണെങ്കിൽ ബാറ്ററി റീകണക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് ബൈ സ്വിച്ചും തനിയെ ഓൺ ആയിക്കൊള്ളും. മറ്റ് രണ്ട് മോഡുകൾ, അതായത് സോളാർ മോഡും UPS മോഡും മെനു ഡ്രിവൺ മോഡിൽ ഓൺ ആക്കേണ്ടിയ ആവശ്യം ഇല്ല. പക്ഷേ ബട്ടൺ സ്വിച്ചിൻ്റെ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ പറഞ്ഞ മോഡുകൾ കൂടി ഇവിടെ ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കുവാനുള്ള പ്രൊവിഷൻ തനിയെ വന്നേനെ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് മെനു ഡ്രിവൺ മോഡിൻ്റെ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം. മെനു ഡ്രിവൺ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺ കീ ഉപയോഗിച്ച് ഇതുപോലെ സേവ് ചേഞ്ചസ് എന്ന മെനുവിലേക്ക് വരിക. എൻ്റർ കീ ഉപയോഗിച്ച് നമ്മൾ മെനു ഡ്രിവൺ മോഡ് സെലക്ട് ചെയ്തത് സേവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എൻ്റർ കീ ഉപയോഗിച്ച് സെറ്റപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മെനു ഡ്രിവൺ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മെനു ഡ്രിവൺ മോഡ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. മറ്റ് സ്വിച്ച് മോഡുകളിൽ
LCDയിലെ മെസ്സേജുകൾ ഒരു നിശ്ചിത ഇടവേളകളിൽ ഓട്ടോമാറ്റിക്കായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നോർമലായിട്ട് അങ്ങനെയാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് നമുക്ക് ഈ ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് മാനുവൽ സ്ക്രോളിങ്ങിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഇങ്ങനെ മാറ്റുമ്പോൾ ഏത് മെസ്സേജ് ആയിരുന്നുവോ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് ആ മെസ്സേജ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യപ്പെടും. അപ്പോൾ LCDയിൽ കാണുന്ന ആ പർട്ടിക്കുലർ വാല്യൂവിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുവാൻ സാധിക്കും. അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് അടുത്ത മെസ്സേജിലേക്ക് മാനുവലായി സ്ക്രോൾ ചെയ്ത് പോകാവുന്നതും ആണ്. ഇതിനുശേഷം വീണ്ടും ഓട്ടോമാറ്റിക് സ്ക്രോളിങ്ങിലേക്ക് മടങ്ങുവാൻ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇനി മെനു ഡ്രിവൺ മോഡിൽ സോളാർ, UPS, ഗ്രിഡ് ചാർജിംഗ് തുടങ്ങിയ മോഡുകളും മറ്റ് ചില കാര്യങ്ങളും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്വിച്ചസിന് പകരം ഒരു യൂസർ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്വിച്ചസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ഈ സോഫ്റ്റ്വെയർ വേർഷനിൽ യൂസർ മെനുവിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇൻവെർട്ടർ ഓഫ് ചെയ്യുകയും കൂടാതെ AC മെയിൻസ് ഓഫ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സാധാരണ AC മെയിൻസ് ഒരു ബ്രേക്കർ വഴി ആയിരിക്കുമല്ലോ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബ്രേക്കർ ഓഫ് ചെയ്യുക. അതുപോലെ ഈ ഇൻവെർട്ടർ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ഓൺ ഓഫ് സ്വിച്ച് ഉപയോഗിച്ച് ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന എൻ്റർ കീ ഒരു 5 സെക്കൻഡ് നേരത്തേന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ യൂസർ മെനുവിലേക്ക് എൻ്റർ ആവും. യൂസർ മെനുവിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്നാമതായി ഇവിടെ കാണുവാൻ കഴിയുന്നത് UPS മോഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കുവാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് UPS മോഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ ഉപയോഗിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യാം. അടുത്തതായി സോളാർ മോഡാണ്. അതും അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. ഇനിയുമുള്ളത് ഗ്രിഡിൽ നിന്നുള്ള ബാറ്ററി ചാർജിംഗ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കുവാനുള്ള ഓപ്ഷനാണ്. അതും അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ഡിഫോൾട്ടായിട്ട് ഗ്രിഡ് ചാർജിംഗ് ഓൺ ആയിട്ടായിരിക്കും എപ്പോഴും കിടക്കുന്നത്. എന്നാൽ സോളാർ മോഡ് നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ഗ്രിഡ് ചാർജിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് മോഡിലേക്ക് മാറുന്നതായിരിക്കും. അങ്ങനെ സോളാർ മോഡ് ഓൺ ആക്കിയതിന് ശേഷം ഗ്രിഡ് ചാർജിംഗ് സെറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഗ്രിഡ് ചാർജിംഗ് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുക. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, വേണമെങ്കിൽ നമുക്ക് സോളാർ ചാർജ് ഓൺ ആക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ സോളാർ മോഡ് ഓൺ ആക്കുന്നതിനോടൊപ്പം ഗ്രിഡ് ചാർജിംഗ് കൂടി ഓൺ ആക്കിയിടാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും ആവശ്യമെങ്കിൽ സോളാർ ചാർജിങ്ങിനോടുകൂടി ഗ്രിഡ് ചാർജിങ്ങും ഓണാക്കിയിടാനുള്ളൊരു സംവിധാനം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണുവാൻ കഴിയുന്നത് ബാറ്ററി ടൈപ്പ് സെലക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. യൂസർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലിഥിയം അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ബാറ്ററി ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോഴും ആ ടൈപ്പ് ബാറ്ററിക്ക് വേണ്ടിയ വോൾട്ടേജ് സെറ്റിങ്സിലേക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ തനിയെ മാറിക്കൊള്ളും. പ്രത്യേകിച്ച് ബാറ്ററി വോൾട്ടേജ് സെറ്റിങ്സിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, മെയിൻ സെറ്റപ്പ് മെനുവിൽ നമ്മൾ ഈ ബാറ്ററി വോൾട്ടേജുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം നേരത്തെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഇവിടെ ലോഡ് ചെയ്യപ്പെടുക. അടുത്തതായി ഉള്ളത് ഓഡിയോ ബീപ്പ് അലേർട്ട് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്.
ഇവിടെ ഓൾ ബീപ്സ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യമേ വരിക. അതായത് ഇത് ഓഫാക്കിയിടുകയാണെങ്കിൽ എല്ലാ വാർണിംഗ് എറർ ബീപ്പുകളും കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്യപ്പെടും. ഒരു ബീപ്പ് സൗണ്ടും ഉണ്ടാവുകയില്ല. എന്നാൽ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ ഇത് ബാധിക്കുകയില്ല. അതുപോലെ LCDകളുടെ മെസ്സേജിനെയും ഇത് ബാധിക്കുകയില്ല. അടുത്തത് UPS ബീപ്പ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സിസ്റ്റം UPS മോഡിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏതാനും മിനിറ്റുകൾ ഇടവിട്ട് ഒരു UPS അലേർട്ട് ബീപ്പ് കിട്ടുകൊണ്ടിരിക്കും. ഈ ബീപ്പുകൾ മാത്രമായി നമുക്ക് ഓഫ് ചെയ്തിടുവാനായി ഇവിടെ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ UPS ബീപ്പ് ഓഫ് ചെയ്തിടുന്ന സന്ദർഭങ്ങളിൽ മറ്റ് ബീപ്പുകളെല്ലാം, മറ്റ് എറർ ബീപ്പുകളും എല്ലാം ആക്ടിവേറ്റഡ് ആയിരിക്കും. ഈ UPS അലേർട്ട് ബീപ്പ് മാത്രമേ ഇവിടെ ഓഫ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി അടുത്തതായി വരുന്നത് മെയിൻ സെറ്റപ്പ് ആൻഡ് കാലിബ്രേഷൻ മെനുകളിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ടുള്ള പ്രൊവിഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഇതുപോലെ സെറ്റപ്പ് മെനുവിലേക്ക് എൻ്റർ ചെയ്യുവാനായി 2 മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡ് ഈ മെനു ഡ്രിവൺ മോഡിൽ മാത്രമായിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട്. അതിനായി N സെലക്ട് ചെയ്താൽ മതിയാവും. എന്നാൽ നമുക്ക് മെയിൻ സെറ്റപ്പ് ആൻഡ് കാലിബ്രേഷൻ മെനുവിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ ഇതുപോലെ അപ്പ് അല്ലെങ്കിൽ ഡൗൺ കീ ഉപയോഗിച്ച് Y സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കടക്കാനാവുകയുള്ളൂ. അനാവശ്യമായി ഈ മെനുകളിലേക്ക് കടന്ന് അവിടെയുള്ള നിരവധി വാല്യൂകൾ തെറ്റായി സെറ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുള്ളതിനാലാണ് ഇത്. ഇതിൻ്റെ പാസ്കോഡ് നമ്പർ ഓരോ കൺട്രോൾ ബോർഡിൻ്റെ കൂടെയും ലഭിക്കുന്നതാണ്. സാധാരണ ടെക്നീഷ്യൻസിന് മാത്രമാണ് ഈ മെനുകൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ മെയിൻ സെറ്റപ്പ് മെനുകളിലേക്ക് കടക്കുന്നില്ലെങ്കിലോ റോങ് പാസ് നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കായി യൂസർ മെനുവിൽ നിന്നും ഇൻവെർട്ടറിൻ്റെ നോർമൽ വർക്കിംഗ് മോഡിലേക്ക് തനിയെ പോകുന്നതായിരിക്കും. യൂസർ മെനുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഇൻ്റർഫേസ് കാർഡിൽ ഉള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നോക്കാം. ഇവിടെ 8 LEDകൾ കണക്ട് ചെയ്യുവാനായിട്ടുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് ഈ ബോർഡിൽ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഐജൻ ബോർഡുകളിലെ കാലിബ്രേഷൻ, സെറ്റിംഗ് അപ്പ് പ്രോസസ്സുകളെ പറ്റിയുള്ള വിശദ വിവരങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ടു ഓൾ.